ഒരു ചെറിയ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായാൽ മതി നമ്മൾ ഇത്രയും കാലം സമ്പാദിച്ച പണം മൊത്തം ചെലവായി കിട്ടും. അത് ഹാർട്ട് അറ്റാക്കോ ക്യാൻസറോ ഒന്നും ആവണമെന്നില്ല, വെറും പ്രമേഹമായാൽ പോലും മതിയാകും. ഇന്ത്യ പൊതുവെ അറിയപ്പെടുന്നത് ഡയബറ്റിക്സിന്റെ ക്യാപിറ്റൽ എന്നാണ്. അതായത് പ്രമേഹ രോഗത്തിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ തലസ്ഥാനം ഇങ്ങനെയൊക്കെ പറയാം. കാരണം അത്രയ്ക്കധികം പ്രമേഹ രോഗികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഓൾറെഡി 80 മില്യണിലധികം പ്രമേഹ രോഗികൾ ഇന്ത്യയിലുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. 2045 അത് 130 മില്യൺ കടക്കും എന്നാണ് ഇപ്പോൾ പ്രവചിക്കപ്പെടുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ അത്ഭുതമായിട്ട് ഒരുപക്ഷെ തോന്നുന്നുണ്ടാവില്ല. കാരണം ഇന്ന് ഏത് വീടുകളിൽ എടുത്തു നോക്കിയാലും ഒരു പ്രമേഹ രോഗിയെങ്കിലും അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്കോ ഇന്ന് പ്രായഭേദമന്യാണ് പ്രമേഹം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു പ്രമേഹം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൾറെഡി ഡയബറ്റിക് ആണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുക എന്നുള്ളതാണ്. അത് കിട്ടാൻ ഒരുപക്ഷെ ഭയങ്കര ഹാർഡായിരിക്കും. അതല്ലാതെ കിട്ടിയാൽ തന്നെ അത് ചിലപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കാം. അതുമല്ലെങ്കിൽ അത്തരത്തിലൊരു ഇൻഷുറൻസ് കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. സോ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയബറ്റിക്സ് അല്ലെങ്കിൽ പ്രമേഹ രോഗം കവർ ചെയ്യുന്ന എന്തൊക്കെ ഇൻഷുറൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അവയുടെ രീതികൾ അല്ലെങ്കിൽ അവയുടെ തരങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏത് ഇൻഷുറൻസ് ആണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്, കൂടാതെ എങ്ങനെയാണ് ഈ ഇൻഷുറൻസ് ട്രാപ്പുകൾ ഒഴിവാക്കുന്നത്, അതുകൂടാതെ ഡയബറ്റിക്സിനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഷുറൻസ് പ്ലാൻ ആവശ്യമാണോ, ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മൊത്തം മനസ്സിലാവുകയുള്ളൂ. ബോസോല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ഡയബറ്റിക്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡയബറ്റിക്സിനെ മനസ്സിലാക്കുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള വശത്തെക്കുറിച്ചുള്ള ഒരു ഇൻഷുറൻസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. സോ എന്താണ് പ്രധാനമായിട്ട് ഡയബറ്റിക്സ് എന്നതുകൊണ്ട്, പ്രമേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നുകിൽ നമ്മുടെ ബോഡി കൃത്യമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച ഇൻസുലിൻ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതുമൂലം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലെ, നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ ക്രമാതീതമായി വർദ്ധിക്കുന്നു. പക്ഷേ ഡയബറ്റിക്സ് എന്ന് പറയുന്നത് ഷുഗറിനെ മാത്രം എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ പാർശ്വഫലങ്ങളായിട്ട് ധാരാളം മറ്റു കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് കിഡ്നി പ്രോബ്ലം ഉണ്ടാകാം, അതുപോലെ തന്നെ ഹൃദയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഹാർട്ട് ഡിസീസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. കൂടാതെ നെർവുകൾക്ക്, ഞരമ്പുകൾക്ക് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല നമ്മുടെ രക്തധമനികളെ ബാധിക്കാനും സാധ്യതയുണ്ട്. വിച്ച് മീൻസ് കൂടുതൽ ആശുപത്രി സന്ദർശനം, കൂടുതൽ മരുന്ന്, കൂടുതൽ ടെസ്റ്റുകൾ, ഇതിലെല്ലാം ഉപരി വലിയ വലിയ ബില്ലുകൾ. ഇതുകൊണ്ടാണ് ഡയബറ്റിക്സിനായിട്ട് ഒരു ഇൻഷുറൻസ്, ഡയബറ്റിക്സിനെ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് അത്യാവശ്യമാണ് എന്നുള്ളതിന്റെ പ്രാധാന്യം. നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് ഇൻഷുറൻസ് കമ്പനികൾ ഡയബറ്റിക്സിനെ വിവിധ ആംഗിളുകളിലൂടെ അല്ലെങ്കിൽ വിവിധ വശങ്ങളിലൂടെ കാണാൻ നോക്കുന്നത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് അവർ സമീപിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ പെട്ടെന്ന് ഈസി ആയിട്ടുള്ള ഒന്നാണ് ടൈപ്പ് 1 ഡയബറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് ഇൻസുലിൻ ഡിപെൻഡന്റ് ആണ്. ഇതിന്റെ ഇൻഷുറൻസ് റിയാലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ, വളരെ ചുരുക്കം കമ്പനികൾ മാത്രമേ ടൈപ്പ് 1 ഡയബറ്റിക്സിനെ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് മാത്രമല്ല ഇത് അപ്രൂവ് ആവാനുള്ള ചാൻസസ് വളരെ കുറവായേക്കാം. മാത്രമല്ല ഇതിന്റെ പ്രീമിയവും വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഒരു കൈൻഡ് ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത് ടൈപ്പ് 2 പ്രമേഹം, ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡയബറ്റീസ്. എങ്ങനെയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്? അത് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാം. അതല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർക്കോ അല്ലെങ്കിൽ അമ്മൂമ്മ അങ്ങനെയുള്ള തലമുറയിൽ ആർക്കെങ്കിലും ഒക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് നമുക്ക് മെഡിക്കേഷനും ഇൻസുലിനും ആവശ്യമുണ്ട്. നമ്മൾ മരുന്ന് ഓറലി കഴിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ടാകും. ഒരു ഇൻഷുറൻസ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന സമയത്ത് ടൈപ്പ് 2 ഡയബറ്റീസിനായിട്ടുള്ള വെയിറ്റിംഗ് പീരീഡും ലോഡിംഗ് ചാർജസും ആപ്ലിക്കബിൾ ആയിരിക്കും. എന്നിരുന്നാലും PED ഡിഡക്ഷനോട് കൂടി വെയിറ്റിംഗ് പീരീഡ് കുറയാനുള്ള സാധ്യതയുമുണ്ട്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത് പ്രീ ഡയബറ്റീസ് ആണ്. ഇതിലെന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഷുഗർ ലെവൽ വളരെ കൂടുതലായിരിക്കും, പക്ഷേ ഫുള്ളി ഡയബറ്റിക് ആയിരിക്കില്ല. ഇതിന്റെ ഇൻഷുറൻസ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന സമയത്ത് ഇത് കവറേജ് കിട്ടാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഇതിന്റെ ലോഡിംഗ് ചാർജസ് ഒന്നുകിൽ തീരെ ഉണ്ടാകില്ല, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഡയബറ്റിക്സ് എന്ന് പറയുന്നത് ജെസ്റ്റേഷണൽ ഡയബറ്റിക് ആണ്. ഇത് പ്രധാനമായിട്ട് പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് ഡയബറ്റിക് ആണ്. ഇതിന്റെ ഇൻഷുറൻസിന്റെ ആംഗിളിൽ നോക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് കമ്പനികൾ പ്രധാനമായിട്ടും ഡെലിവറിക്ക് ശേഷമായിരിക്കും കൂടുതലായിട്ടും നിങ്ങളുടെ കേസ് അവർ റിവ്യൂ ചെയ്യുന്നത്. എന്നിട്ട് അവർ തീരുമാനിക്കും ഇത് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ കവറേജ് ചേഞ്ച് ചെയ്യണോ എന്നുള്ള കാര്യം. അടുത്തൊരു ടൈപ്പ് ഓഫ് ഡയബറ്റിക് എന്ന് പറയുന്നത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണ്. ഇത് റെയർ ഹോർമോണൽ ഡിസോർഡർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതിന്റെ ഒരു ഇൻഷുറൻസ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കവറേജ് ഓപ്ഷൻസ് മാത്രമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ലഭിക്കുന്നത്. നൗ
ഇപ്പോൾ നമ്മൾ 5 ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡയബറ്റീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. 5 വ്യത്യസ്ത തരത്തിലുള്ള പ്രമേഹ രോഗങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഇൻഷുറൻസ് കവറേജ് എങ്ങനെയാണ്, അതിന്റെ ഇൻഷുറൻസ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് അത് കവറേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിൽ ഇൻഷുറൻസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞു അല്ലെ. ഓരോന്നിനും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഔട്ട്കം ആണ് നമുക്ക് കാണാൻ പറ്റിയത്. ചില ഇൻഷുറൻസ് കവറേജുകൾ ഈസി അപ്രൂവൽ ആയിരിക്കും, മറ്റു ചിലത് ഹെവി ലോഡിംഗ് ആയിരിക്കും, മറ്റു ചിലത് റിജക്ട് ആവാനുള്ള സാധ്യതയുമുണ്ട്. ഇതുകൊണ്ടാണ് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പ്രമേഹ രോഗം സ്ട്രഗിൾ ചെയ്യുന്നത്. അതായത് ബാക്കി എല്ലാ രോഗത്തിനും നമുക്ക് ഇൻഷുറൻസ് വളരെ പെട്ടെന്ന് ലഭിക്കുമെങ്കിലും പ്രമേഹത്തിന് ഇൻഷുറൻസ് അത്ര ഈസിലി ആക്സസിബിൾ അല്ലാത്തതിന്റെ ഒരു കാരണം ഇത് തന്നെയാണ്. യഥാർത്ഥ ചോദ്യം എന്ന് പറയുന്നത് ഏത് പ്ലാനാണ് നല്ലത് എന്നല്ല, ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് എന്നെ അപ്രൂവ് ചെയ്യുന്നത്, അത് മാത്രമല്ല എന്തൊക്കെ ടേംസിലാണ് അവർ അപ്രൂവ് ചെയ്യുന്നത്. ഇവിടെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസിന്റെ പ്രാധാന്യം. പലപ്പോഴും പ്രമേഹ രോഗം വന്ന ആളുകൾ ഒന്നുകിൽ അവർ ഇൻഷുറൻസ് വാങ്ങുന്നത് ഡിലേ ചെയ്യും, അവരത് വൈകിപ്പിക്കും, കാരണം അത് റിജക്ട് ആവുമോ എന്ന ഭയം കാരണം. അതല്ലെങ്കിൽ റാൻഡം ആയിട്ട് ചുമ്മാ അങ്ങ് അപ്ലൈ ചെയ്യും. അതുപോലെ സംഭവിക്കുന്നത് എന്താ, ഹെവി ലോഡിംഗ് ഉണ്ടാവും, ഹൈ ചാർജസ് ഉണ്ടാവും, ലോങ്ങർ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും, അതുമല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള സബ് ലിമിറ്റ്സും ഉണ്ടാകും. ഡിറ്റോ ഇൻഷുറൻസ് പോലെയുള്ള അഡ്വൈസറി പ്ലാറ്റ്ഫോമുകൾ ഈ കാര്യം വളരെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒന്നാണ്. ഡിറ്റോ ഇൻഷുറൻസിലൂടെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറോട് ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് ഡിറ്റോ ഇൻഷുറൻസ് അഡ്വൈസറോട് സംസാരിക്കാം. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള സ്പാമും ഇല്ല, അതുപോലെ തന്നെ നിങ്ങളെ പറ്റിക്കുന്ന തരത്തിലുള്ള സെയിൽസ് കോളുകളും ഇല്ല. നിങ്ങളുടെ ഡയബറ്റിക് ടൈപ്പ്, നിങ്ങളുടെ പ്രായം, HbA1c ലെവലുകൾ, അതുപോലെ തന്നെ മെഡിക്കേഷന്റെ സ്റ്റാറ്റസ്, ഇതിനെല്ലാം അടിസ്ഥാനമാക്കി അവർ പോളിസീസ് കമ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് അപ്രൂവ് ആവാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തരാനും അവർ നിങ്ങളെ സഹായിക്കുന്നു. അതുമാത്രമല്ല ക്ലെയിമിന്റെ സമയത്ത് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ അസിസ്റ്റൻസും ലഭിക്കുന്നു. പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് നിയമങ്ങൾ അവർക്ക് വലിയ രീതിയിൽ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ 1 വർഷത്തെ വെയിറ്റിംഗ് പീരീഡും 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും, അതുപോലെ തന്നെ 20% എക്സ്ട്രാ പ്രീമിയവും 60% എക്സ്ട്രാ പ്രീമിയവും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ടാകും, അതുപോലെ തന്നെ കോംപ്ലിക്കേഷനുകൾക്കായുള്ള ഫുൾ ആയിട്ടുള്ള കവറേജ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കവറേജും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ ഉണ്ടാകും. ഈ വ്യത്യാസങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ലക്ഷങ്ങളായിരിക്കും ഒരുപക്ഷെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാവുക. ചുമ്മാ ഗസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മുടെ ഓപ്ഷൻസ് ഫസ്റ്റ് മനസ്സിലാക്കുന്നത്, വളരെ കൃത്യമായിട്ട് നമ്മുടെ ഓപ്ഷൻസ് മനസ്സിലാക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസ് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഡിറ്റോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരുടെ അഡ്വൈസർമാരുമായിട്ട് സംസാരിക്കാൻ പറ്റും. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് വളരെ ക്രിട്ടിക്കൽ ആകുന്നത് ഇൻഷുറൻസ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ ഞാനൊരു ഇൻഷുറൻസ് എടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം ആലോചിച്ച് ചുമ്മാ സമയം കളയരുത്, നേരെ പോയി ഒരു ഇൻഷുറൻസ് എടുക്കുക. കാരണം ഡയബറ്റിക്സ് കോംപ്ലിക്കേഷൻ ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെലവുകൾ ഒരുപക്ഷെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ സമ്പാദ്യത്തിലെ വലിയൊരു ഭാഗം തന്നെ തുടച്ചു മാറ്റപ്പെട്ടേക്കാം. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രമേഹ രോഗിക്ക് ഏകദേശം 1 വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ചെലവുകൾ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. റെഗുലർ ആയിട്ടുള്ള ടെക്സ്റ്റുകൾക്ക് 10,000 രൂപ മുതൽ 25,000 രൂപ വരെ ചെലവുണ്ടായേക്കാം. കൂടാതെ സ്പെഷ്യലിസ്റ്റിന്റെ കൺസൾട്ടേഷൻ, മരുന്ന്, മാത്രമല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ചെലവുകൾ വേറെ. സോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫിസിക്കലി നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന ഒന്നും മാത്രമല്ല, സാമ്പത്തികമായിട്ട് പോലും നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മാത്രമല്ല കോംപ്ലിക്കേഷൻ കൂടുകയാണെങ്കിലോ പ്രതിവർഷം ഡയാലിസിസിന് 3 മുതൽ 5 ലക്ഷം രൂപ വരെ ചെലവുണ്ടായേക്കാം. ഇതുമൂലം ഹാർട്ടിന് വല്ല പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ ഒരു സർജറി ചെയ്യേണ്ടി വന്നാൽ 4 മുതൽ 8 ലക്ഷം രൂപ വരെ അതിന് ചെലവുണ്ടായേക്കാം. അതുപോലെ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടെങ്കിൽ അതിനും അതിൻ്റെതായിട്ടുള്ള ചെലവുകളുണ്ട്. സോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻഷുറൻസ് ഡയബറ്റിക്സിന് ഇല്ലെങ്കിൽ ഈ ഒരു ചെലവെല്ലാം നിങ്ങൾ വഹിക്കേണ്ടതായിട്ടുണ്ടാകും. നിങ്ങളുടെ സേവിങ്സ് എല്ലാം തകരാൻ ഇത് കാരണമാകും. സോ ഏതാണ് നല്ലത്? ഇൻഷുറൻസ് എടുക്കാതെ വെറുതെ ഇരിക്കുന്നതാണോ, അല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ല ഇൻഷുറൻസ് എടുക്കുന്നതാണോ? സോ ഹൗ ടു ചൂസ് എ റൈറ്റ് പ്ലാൻ, എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഏറ്റവും ശരിയായിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുന്നത്? ഒന്ന് ആദ്യം നോക്കേണ്ടത് ഏതൊക്കെ ടൈപ്പ് ഡയബറ്റീസ് ആണ് ഇൻഷുറൻസ് പ്ലാൻ കവർ ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ എക്സാക്ട് കണ്ടീഷൻ കവർ ചെയ്യുന്നു എന്ന കാര്യം ഉറപ്പുവരുത്തുക. എല്ലാ പോളിസികളും ഇൻസുലിൻ ഡിപ്പെൻഡ് കേസുകൾ, അതുപോലെ തന്നെ ഏർലി ഏജ് ഡയഗ്നോസിസ്, കോംപ്ലിക്കേഷൻ ട്രീറ്റ്മെന്റുകൾ എല്ലാം കവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മിക്ക പോളിസികൾക്കും പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസുകൾക്ക് 2 മുതൽ 3 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ചില ഡയബറ്റീസ് സ്പെസിഫിക് പ്ലാനുകൾ ഇത് റെഡ്യൂസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നോർമൽ പ്ലാൻ എടുത്ത് ഒരു ആഡ് ഓൺ എന്നതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PED റിഡക്ഷൻ റൈഡർ, അതായത് നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് 3 വർഷം എന്നുള്ളത് 2 വർഷമോ 1 വർഷമോ അതല്ലെങ്കിൽ 1 മാസത്തിൽ താഴെയോ ആക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഷോർട്ടർ വെയിറ്റിംഗ് പീരീഡ് ഈസ് ഈക്വൽ ടു ഏർലി പ്രൊട്ടക്ഷൻ. അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലോഡിംഗ് ചാർജുകളെ കുറിച്ചാണ്. കാരണം ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഡയബറ്റിക്സിനെ വളരെ റിസ്കി ആയിട്ടുള്ള ഒന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീമിയംസ് എല്ലാം ഭയങ്കര കൂടുതലായിരിക്കും. ഇൻഷുറർ, അതുപോലെ തന്നെ പ്രായം, ഡയബറ്റീസിന്റെ ടൈപ്പ് ഏതാണ്, അതുപോലെ തന്നെ മെഡിക്കേഷന്റെ മരുന്ന് എടുക്കുന്നതിന്റെ ഒരു രീതി എങ്ങനെയാണ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നിശ്ചയിക്കപ്പെടുന്നത്. സോ ലോവർ ലോഡിംഗ് ഈസ് ഈക്വൽ ടു ലോവർ ലോങ് ടേം പ്രീമിയം ബേർഡൻ. അതായത് കുറഞ്ഞ ലോഡിംഗ് ചാർജ് എന്ന് പറയുന്നത് കൂടുതൽ ലോങ് ടേം പ്രീമിയം കുറക്കാൻ സഹായിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ എടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഡയബറ്റിക്സ് പ്ലാനുകൾ ഏതൊക്കെയാണ്? ഒന്ന് HDFC ERGO ജനറൽ ഇൻഷുറൻസ് ആണ്. ഇതിൽ വരുന്ന പോപ്പുലർ പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് എനർജി പ്ലാൻ, അത് ഡയബറ്റിക് സ്പെസിഫിക് ആണ്. രണ്ടാമത്തേത് സുരക്ഷ, അതിന് ലിമിറ്റഡ് എലിജിബിലിറ്റി ആണ്. കേസിനെ അടിസ്ഥാനമാക്കി ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിക്സ്.
ഇതിന് ഇവ ആപ്റ്റ് ആണ്. അടുത്തത് പ്രീ ഡയബറ്റിക്സിനും ഇവ പ്രോപ്പർ ആണ്. ശ്രദ്ധിക്കുക, ലോഡിംഗ് ചാർജസ് അപ്ലിക്കബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അണ്ടർ റൈറ്റിംഗ് അപ്രൂവലും ആവശ്യമായിട്ടുണ്ടാകും. കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് മറ്റൊരു ഇൻഷുറൻസ് പ്ലാറ്റ്ഫോം. കെയർ ഫ്രീഡം, കെയർ കംപ്ലീറ്റ്, കെയർ അഡ്വാൻറ്റേജ് എന്നീ തരത്തിലുള്ള പ്ലാനുകൾ കെയർ ഹെൽത്ത് ഇൻഷുറൻസിനുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസിനും ഓറൽ മെഡിക്കേഷൻ കേസസിനും ഈ പ്ലാനുകൾ ആപ്റ്റ് ആണ്. നിവ ബൂബ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് മറ്റൊരു പോപ്പുലർ പ്ലാറ്റ്ഫോം. റീഅഷ്യൂർ, ഹെൽത്ത് കമ്പാനിയൻ എന്നിവയാണ് ഇവരുടെ പ്ലാൻസ്. റീഅഷ്യൂറിൽ ഡിസീസ് മാനേജ്മെന്റ് റൈഡറും ഉൾപ്പെട്ടിരിക്കുന്നു. 30 ദിവസത്തിന് ശേഷം ഡയഗ്നോസ് ചെയ്ത ടൈപ്പ് 2 ഡയബറ്റീസിനും പ്രീ ഡയബറ്റിക്സിനും ഇവ ആപ്റ്റ് ആണ്. ശ്രദ്ധിക്കുക, ഇവയുടെ ഫൈനൽ അപ്രൂവലുകൾ എന്ന് പറയുന്നത് മെഡിക്കൽ ടെസ്റ്റുകൾക്കും അണ്ടർ റൈറ്റിംഗിനെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. എല്ലാ കാര്യവും വളരെ ഹോണസ്റ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക. സോ നമ്മൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഡയബറ്റിക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് നമ്മൾ വാങ്ങേണ്ടത് അത്യാവശ്യമാണോ? സിമ്പിൾ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഡയബറ്റിക് സ്പെസിഫിക് പ്ലാനുകൾക്ക് ചെറിയ വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കായിട്ട് സ്പെഷ്യലി ഉണ്ടാക്കിയ ഒരു പ്ലാനാണ് ഡയബറ്റിക് സ്പെസിഫിക് പ്ലാൻസ്. പക്ഷേ മറ്റ് അസുഖങ്ങൾ അവർ കംപ്ലീറ്റ്ലി കവർ ചെയ്യണം എന്നില്ല. അതുകൂടാതെ ഇവ കൂടുതൽ ചെലവുള്ളതാവാനും എക്സ്പെൻസീവ് ആവാനും സാധ്യതയുണ്ട്. പല കേസുകളിലും ഹൈ കവറേജ് എമൗണ്ട് ഉള്ള, നല്ല രജിസ്ട്രേഷൻ ബെനിഫിറ്റ് ഉള്ള, അതായത് ഉപയോഗത്തിന് ശേഷവും കവറേജ് റീഫിൽ ചെയ്യുന്ന, മാത്രമല്ല ട്രീറ്റ്മെന്റുകൾക്ക് കുറഞ്ഞ ലിമിറ്റ് ഉള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഡയബറ്റിക് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന പ്ലാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ആപ്റ്റ് എന്നാണ് പറയാനുള്ളത്. സോ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത് ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം, പ്രമേഹം എന്ന് പറയുന്ന ഒരു അസുഖം നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം സേവ് ചെയ്ത കംപ്ലീറ്റ് എമൗണ്ടിനെ മൊത്തത്തിൽ അങ്ങനെ എടുത്തു കളയുന്ന ഒന്നാവാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ അസുഖം മാനേജ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസ് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഡിറ്റോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരുടെ അഡ്വൈസർമാരുമായിട്ട് സംസാരിക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് എഴുതാൻ നിങ്ങൾ മറക്കരുത്. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. Bosswala. Be the boss.